Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പിയും വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്. നോൺ വെജ് ആണോ എന്ന് ചോദിച്ചാൽ കണ്ണു അടച്ച് ആണെന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻകാർ എന്നോട് വിഷമിക്കരുത്. കാര്യം ഈ സെയിം സാധനം നമുക്ക് പനീറിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പനീറും ചിക്കനും കൂടെ ഒരുമിച്ച് നമ്മുടെ അടുക്കളയിൽ ചെയ്യാൻ പറ്റിയാലേന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ ഒരേ റെസിപ്പി ആയി പോകും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചിക്കന് പകരം പനീർ ആണെങ്കിലും നല്ലതാ, ഈ പറഞ്ഞ പോലെ എന്നാ മഷ്റൂം ആണെങ്കിൽ നല്ലതാ, സോയ ആണെങ്കിൽ നല്ലതാ, ബേബി കോൺ ആണെങ്കിൽ നല്ലതാ, ഈ പറഞ്ഞ ഇങ്ങനെ അറ്റം നമ്മുടെ കോളിഫ്ലവർ ആണെങ്കിൽ പോലും നല്ലതാണ്. കോളിഫ്ലവർ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? മൈദ, കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നല്ലോണം ഒന്ന് കലക്കണം. കലക്കി വെച്ച് ഈ കോളിഫ്ലവർ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ച് മാറ്റിയിട്ട് ആ വെള്ളം ഊറ്റിക്കളയുക. കളഞ്ഞതിന് ശേഷം ഈ കോളിഫ്ലവർ ഓരോ ഫ്ലവറാക്കി എടുത്ത് ഈ ബാറ്ററിൽ മുക്കി വറുത്ത് വെച്ചതിന് ശേഷം വേണം ഈ ഒരു സാധനം ഈ ഒരു ഡിഷ് ചെയ്യാനായിട്ട്. അതല്ല കോളിഫ്ലവറിന് ബാറ്റർ ഒന്നും വേണ്ട, ചുമ്മാ ഡയറക്റ്റായിട്ട് ചെയ്യാനാന്നേൽ അങ്ങനെ ഏത് ആയാലും നമുക്ക് എങ്ങനെ കഴിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്തേച്ചാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഓപ്ഷൻ തന്നു, വെജിറ്റേറിയൻകാർ എന്നെ ചീത്ത വിളിക്കല്ലേ. ഇന്ന് ശരിക്കും ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗ്രേവിയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് സാധാരണ കഴിക്കാറുള്ളത്. ഇത് പക്ഷേ കുറച്ച് ഡ്രൈ ആക്കി എടുക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ പെപ്പർ ചിക്കൻ എന്നാക്കിയാണ് വേണ്ടിയെന്ന് നോക്കാം. ഇതിന് മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് ഗ്രേവി ആയിട്ടാണ്. ഇതല്ല, കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിന് ഫസ്റ്റ് വെളിച്ചെണ്ണ ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ വേണ്ടിയത് പച്ചമുളക്, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, കുരുമുളക് ചതച്ചത്, കുറച്ച് കുരുമുളക് പൊടിച്ചതും വേണം, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇച്ചിരി ചിക്കൻ്റെ സ്റ്റോക്ക്, പിന്നെ കുറച്ച് ഗരം മസാല. പിന്നെ ഉള്ളത് ഇത് കുറച്ച് ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചേക്കുക, ഉപ്പും കുരുമുളകും ഇട്ട് മാത്രം വേവിച്ച് വെച്ചേക്കുക. ഇത് വേവിച്ച് വെക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? നമുക്ക് ഇച്ചിരി സമയമല്ലേ ഉള്ളൂ. അന്നേരം എപ്പോഴും ഒത്തിരി നേരം കളയാനില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ സമയം ഒരുപാട് കളഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടുകയില്ല. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പെപ്പർ ചിക്കൻ. അതിന് എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുക, വേവിച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വേവാനായിട്ട് ഇട്ടാലും പച്ച ഇറച്ചി തന്നെ നമ്മൾ ആ മസാല എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇട്ടാലും മതി, അതും കുഴപ്പം ചെയ്യില്ല. ഫസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ഇസ് ദ ബെസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് എണ്ണ ഒഴിക്കുന്ന പോലെ തോന്നും, പക്ഷേ അല്ല, ഞാൻ ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കത്തുള്ളൂ. ഫസ്റ്റ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഫുൾ ടീസ്പൂൺ ഇട്ടോളൂ. പച്ചമുളകാണോ ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത്, പച്ചമുളകും കുരുമുളകും. അപ്പോൾ അതനുസരിച്ച് വേണം ഇത് ചേർക്കാൻ. ഇതിനകത്ത് കടുകിടേണ്ടവർക്ക് കടുകിടാം, അത് പ്രശ്നമല്ല. ഇതൊക്കെ ഞാൻ പറയുന്ന എന്നാത്തിനാന്നറിയാം, കടുകിടേണ്ടവർക്ക് കടുകിടാം എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ചിലർക്ക് കടുകിടുന്നതാണ് ഇഷ്ടം, ചിലർക്കാണെങ്കിൽ കടുകിടുന്നത് ഇഷ്ടേ അല്ല. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എന്നേലും പറ്റുമോ? ഒന്നും പറ്റുകയില്ല. ഇനിയിപ്പോൾ കടു വറുത്താലും ഇല്ലെങ്കിലും നമ്മൾ കറിവേപ്പില ഇടും. ഇതില്ലാത്ത ഒരു നാടൻ ചിക്കനോ അല്ലെങ്കിൽ ഒരു മീനോ ഒന്നും ഉണ്ടാക്കാൻ നോക്കുകയല്ല. ഇതിൻ്റെ ഒരു മണം ഉണ്ടെങ്കിൽ അതിനൊരു രുചിയും ഒക്കെ വരത്തുള്ളൂ എന്നാണ് എൻ്റെ. ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള. ചിക്കൻ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഗ്രേവി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ, ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ. ചിലർക്ക് തിക്ക് ഗ്രേവി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ തിന്നാനായിരിക്കും ഇഷ്ടമേ, അന്നേരം അങ്ങനെ ആന്നേലും അങ്ങനെ ചെയ്തേച്ചാൽ മതി. അതല്ല ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ ചെയ്താൽ മതി. ഇനി തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ ഈ ഉള്ളി ഉണ്ടല്ലോ,
അരച്ച് ചേർത്തേച്ചാൽ മതി. അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ ഒരു തിക്നെസ് വരും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടുക. എന്നാന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് മൂക്കാനാണ്. വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആണെന്നുവെങ്കിൽ ഉള്ളി നല്ലതായിട്ട് വഴറ്റണം. നമ്മൾ ഈ ചേർക്കാൻ പോകുന്ന എല്ലാ സാധനവും നല്ലതായിട്ട് വഴറ്റണം. അഥവാ ചിക്കൻ വേവിക്കാതെ പച്ച ഇറച്ചിയാണ് ചേർക്കുന്നതെങ്കിൽ അധികം അങ്ങോട്ട് മൂക്കണ്ട, കുറച്ച് മൂത്തേച്ചാൽ മതി. വേവിച്ച ചിക്കൻ ആണെങ്കിൽ ഏകദേശം നമ്മുടെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലൊരു ബ്രൗൺ കളർ ആവണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രൈ ആയാലും ശരി, നല്ല ഗ്രേവി ആയിട്ട് എടുക്കാനാണേലും ശരി, അത് കറക്റ്റ് അതിൻ്റെ ഒരു പരുവാകത്തുള്ളൂ. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. ഓൾറെഡി ചിക്കന് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു നിറമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇടാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഈ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കേണ്ടി വരും, ടൊമാറ്റോയും ഈ പറഞ്ഞ പോലെ അരച്ച് നല്ലോണം ചേർക്കുക. പിന്നെ ബാക്കി പൊടിയെല്ലാം ഇതേപോലെ ചേർത്തിട്ട് ചിക്കനും പൊടിയൊന്ന് മൂപ്പിച്ചതിന് ശേഷം ചിക്കനും കൂടെ ഇട്ടിട്ട് അടച്ചിടുക. അടച്ചിട്ട് കഴിയുമ്പം അത് ആ നല്ല കുറുകിയ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചിക്കനും വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് ഏത് പരുവത്തിലാണ് ആ കറി ആവശ്യമെന്ന് വെച്ചാൽ ആ പരുവത്തിന് എടുക്കുക. അതല്ല കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് എടുക്കാനാണെങ്കിൽ ചിക്കൻ ഈ സമയത്ത് ഇടുക. ഇട്ട് നമ്മൾ ഈ മൂപ്പിച്ച് തന്നെ ചിക്കനെ വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ഇട്ട് സമയം കളയാനില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ഇട്ടേച്ച് നമ്മൾ കുറച്ച് നേരം അടച്ചിട്ട് നല്ലോണം വെന്ത് നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു രുചിയൊക്കെ ആ ചിക്കനിലേലും കൂടെ ഒന്ന് പിടിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ചെയ്ത പോലെ ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ബാക്കി പൊടിയിടാം. കുറച്ച് ഗരം മസാല എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത്. മേടിക്കുന്നതിനെക്കാട്ടിലും രുചി അത് തന്നെ. ചതച്ച കുരുമുളക് ഏറ്റവും നല്ല കാര്യം എന്നോ, ഇതൊരു പെപ്പർ ചിക്കൻ അല്ലേ. എന്നാൽ നമ്മൾ വെളിയിൽ കിട്ടുന്ന കൂട്ടമുള്ള പെപ്പർ ചിക്കൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് തന്നെ ഒരു നാടൻ സ്റ്റൈലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പൊടിച്ച കുരുമുളകും. ഇതൊരു ലേശം സ്പൈസി ആയിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഇത്ര എരിവാണോ എന്നൊക്കെ ചോദിക്കാം. തീരെ കുഞ്ഞുങ്ങൾ, അല്ലാതെ ഇച്ചിരി വലുതായ കുഞ്ഞുങ്ങളൊന്നും പറയുകയല്ല, തീരെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എരിവായിരിക്കും. ഇതിന് പിന്നെ മൂക്കാനും വേണ്ടിയിട്ടുള്ള പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ അങ്ങ് ഡയറക്റ്റായിട്ട് ചേർക്കുവാണ്. നമ്മൾ ഈ ചേർത്തേക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇതെല്ലാത്തിൻ്റെയും ഒരു പച്ച ചൊവ്വയുണ്ട്. അതൊന്ന് മാറാനായിട്ട് ഞാൻ വേവിച്ചെടുത്ത് ചിക്കൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അത് ഇടയിൽ ഒരു 2-3 സ്പൂണ്, അത് ഇത്ര സ്പൂണേ ഒഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് ആ ചിക്കനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ്, അത്രേ ഉള്ളൂ. അതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ആ ഒഴിച്ച ചിക്കൻ്റെ സ്റ്റോക്ക് വറ്റി ആ ചിക്കനേൽ കംപ്ലീറ്റ് പിടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് മുരിച്ചെടുക്കണം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വിനീഗർ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നാരങ്ങാ നീര് ഒഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. ഇപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഥവാ നമുക്ക് വല്ലവും എന്താ പറയുക, ഉപ്പോ കുരുമുളകോ പച്ചമുളകോ എന്നതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഈ സ്റ്റോക്ക് കംപ്ലീറ്റ് ഇതിനകത്ത് ആ ചിക്കനകത്തോട്ട് പിടിക്കണം. അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇച്ചിരി ചതച്ച മുളകും കൂടി ഇട്ടോട്ടെ.
ഒത്തിരി കൂട്ടുകയല്ല, ഒരു ഇച്ചിരിയേ കൂട്ടത്തുള്ളൂ. പക്ഷെ പിന്നെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഒത്തിരി അങ്ങ് എരിവായിപ്പോവും. ഉപ്പും എരിവും പുളിയും ഒക്കെ ഒരു കറിക്ക് ഒരു ബാലൻസ് ഇല്ലാതെ കൂടിപ്പോയാൽ എന്നാണെന്നറിയാവോ, നമുക്ക് ആ കറിയുടെ രുചി അറിയാനൊക്കത്തില്ല. എരിവാണെങ്കിൽ നമ്മൾ ഏത് നേരം ഇങ്ങനെ ആക്കി വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കറി ആസ്വദിക്കുകയല്ല, ഒന്നും ചെയ്യുകയല്ല. അതുകൊണ്ട് പുളിയാണെങ്കിലും ഇങ്ങനെ നമ്മൾ ചവയ്ക്ക പോലുമില്ല, അന്നേരം അങ്ങ് വിഴുങ്ങിയേ തിന്നത്തുള്ളൂ. അന്നേരം പിന്നെ അതും ഒക്കുകയില്ല, എരിവും പുളിയും ഒക്കുകയില്ല. ഉപ്പാണെങ്കിൽ ഇതേപോലെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാശ് കൊടുത്ത് മേടിച്ച് ചെന്നതേലും ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ച് എന്നാൽ കളയാനും ഒക്കുകയില്ല, ഒരു തൃപ്തിയില്ലാതെ കഴിക്കും. അതുകൊണ്ട് അതല്ല, എപ്പോഴും നമ്മൾ ഒരു കറി വെക്കുമ്പോഴും കുറേശ്ശെ ഈ ഉപ്പും പുളിയും എരിവും ഒക്കെ എല്ലാ കറികൾക്കും കുറേശ്ശെ ചേർത്ത് വേണം അതിന് നമ്മുടെ ടേസ്റ്റ് ആക്കാനായിട്ട്. ആദ്യമേ 3 സ്പൂണ് 4 സ്പൂണെന്ന് പറഞ്ഞ് ഒഴിച്ചേക്കല്ല. നമ്മൾ തന്നെ നമ്മുടെ കറി വെക്കുമ്പോൾ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുക, ഇതിന് ഇത്രയും മതി. അത് കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും അഭിപ്രായം പറയുവാണെങ്കിൽ ഏറ്റക്കുറച്ചിൽ ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത് ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്തുണ്ട്. അത് ഇനി ഞാൻ കുറച്ച് നേരം അടച്ചിടുന്നത് എന്നാത്തിനാണെന്നറിയാവോ, ആ ചിക്കനകത്തോട്ട് എല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അല്ലെങ്കിൽ ഒരു പച്ച ചിക്കൻ്റെ ഒരു ചുവ വരുവേ. പച്ച ചിക്കൻ്റെ ചുവ എന്നൊക്കെ എന്നാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയെല്ലാം ആ ചിക്കനകത്തോട്ട് വേണം വരാനായിട്ട്, എന്നാലേ ആഴുന്ന ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒരു സിമ്മയിലിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആ ചിക്കൻ്റെ ഇനി ഉള്ള സ്റ്റോക്ക് അഥവാ അതിനകത്തുകൊണ്ട് തന്നെ അത് തന്നെ നല്ലതായിട്ട് ഇറങ്ങും. സിമ്മയിലിട്ടേച്ചാൽ മതിയേ. എന്നാലേ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റത്തേ ഉള്ളൂ, അല്ലാതെ അതിനകത്തൊന്നും പിടിക്കുകയില്ല. ഫുൾ വെള്ളം വറ്റി പോകത്തേ ഉള്ളൂ. മറ്റത് അതല്ല, ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറയ്ക്കുന്ന എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർത്തേക്കുന്ന എന്തുവാണോ, ഇറച്ചിയായാലും മീനായാലും മുട്ടയായാലും എന്നതാണേലും അതിനകത്തോട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് ചേരണം എന്നുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ ചെറിയ സിമ്മയിലിട്ട് കഴിയുമ്പോൾ ചിക്കനും വേവും. ദ സെയിം ടൈം നമ്മൾ ചേർത്തിരിക്കുന്ന കംപ്ലീറ്റ് ഫ്ലേവേഴ്സ് അതിനകത്ത് കയറുകയും ചെയ്യും, ആ രുചിയും വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഇതൊന്ന് സിമ്മയിലിട്ടേച്ച് കംപ്ലീറ്റ്ലി ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈ സ്റ്റാർട്ടർ ആക്കാം. ഇത് ഒന്നുമില്ല ചുമ്മാ കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കണോ, റെഡി. ചോറിൻ്റെ കൂടെ ആണോ, ഓക്കെ. പൂരിയുടെ കൂടെ വേണോ, ഓക്കെ. ഏത് വേണേലും ഇത് കഴിക്കാം, ഡ്രൈ ആയിട്ട് അങ്ങനെ. അതല്ല ഗ്രേവി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഇന്ന് ആനീസ് കിച്ചണിലെ ഗസ്റ്റിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഇന്ന് ആനീസ് കിച്ചണിലെ ഗസ്റ്റ് വേറെ ആരുമല്ല, ജോണും ധന്യ മേരി വർഗീസുമാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. ജോണിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട, ബിക്കോസ് ജോണിനെ എല്ലാവർക്കും അറിയാം, ധന്യേനെയും അറിയാം. പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ജോണിനെ കുറേ നാളായിട്ട് ഞങ്ങൾക്കറിയാം. ധന്യ ഈ പറഞ്ഞ പോലെ ഏട്ടൻ്റെ ഒരു ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ധന്യയായിട്ട് നല്ലതായിട്ട് അറിയാം. എന്തായാലും ആനീസ് കിച്ചണിൽ എൻ്റെ പ്രേക്ഷകരൊപ്പം ഇത് ഫസ്റ്റ് ടൈമാണ്. അവരെ ഞാൻ ആനീസ് കിച്ചണിലേക്ക് ഇൻവൈറ്റ് ചെയ്യാമേ. ജോണും ധന്യ, നമസ്തേ. ലാസ്റ്റ് ടൈം ഞാൻ കാണുന്ന ഏട്ടൻ്റെ പടത്തിൻ്റെ ആ സമയത്താണ് ധന്യയെ ഞാൻ ശരിക്കും കാണുന്നത്. പിന്നെ കല്യാണം ടൈമിലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. വിശേഷങ്ങൾ ഒരുപാടുണ്ട്. കുഞ്ഞെന്തിയേ? കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. എന്ത് രസമായിട്ട് എന്റെ പ്രേക്ഷകരോട് പറയുന്നത് നോക്കിയാൽ കൊച്ചിനെ കൊണ്ടുവന്നില്ല. ഞങ്ങൾക്കൊക്കെ എന്താ ആഗ്രഹം എന്നറിയാം കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട്. അത് പറയുന്നതെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ മാക്സിമം യങ്ങായിട്ട് ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് വരാനായിട്ട് എന്തായാലും കൊളവാക്കിയിരിക്കാം. അതെ, എന്നാ ഇരുന്നോളൂ, വരും. എന്നാ ഉണ്ട് വിശേഷം? ആദ്യം കേൾക്കട്ടെ. കൊച്ചിനെ കൊണ്ടുവരാത്തതിൻ്റെ പരാതി എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ട്. കാര്യം എന്നാണെന്നറിയോ, ധന്യേനെയും ജോണിനെയും നല്ലോണം അറിയാം നമ്മുടെ നാട്ടുകാർക്ക്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് വരുമ്പം നമുക്ക് കുഞ്ഞിനെ കാണാനും ഒക്കെ ഒരു സന്തോഷമല്ലേ? ഞങ്ങൾ ആക്ച്വലി കൊണ്ടുവരണമെന്ന് വിചാരിച്ചത് ഈ പ്രോഗ്രാം നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ 3 ചെയർ ഞങ്ങൾ ഇവിടെ കണ്ടു. ഒന്ന് അനുശേഷിച്ച് ഞങ്ങൾ കണ്ടു. പിന്നെ അവൻ 5.5 വയസ്സായി. അപ്പം അറിഞ്ഞില്ല, അതാണ് ഒരു പ്രശ്നം. അവൻ ഇവിടെ അടങ്ങിയിരിക്കില്ല. കംപ്ലീറ്റ് എടുത്തും മറിച്ച് എനിക്ക് വൃത്തിയാക്കാൻ സമയമില്ല. അതോട് മുൻകൂട്ടി കണ്ടിട്ട് കൊച്ചിനെ കൊണ്ടുവരാൻ ഞാൻ. ഇപ്പം ധന്യ ഫിലിംസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫിലിം ചെയ്യുന്നില്ല. ഇപ്പം ഈ വർക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ സീതാ കല്യാണം, അത് തന്നെയാണ് ഇപ്പം സീരിയൽസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന്. അതുകൊണ്ടല്ല, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാം. കാരണം പിന്നെ മോൻ്റെ കൂടെ കൂടുതൽ ടൈം, ഈ ഇപ്പം 5.5 വയസ്സിലായിട്ടുള്ളൂ. മോൻ്റെ കൂടെ കുറച്ച് നാളോടെ നമുക്ക്. ട്രിവാൻഡ്രം ആയതുകൊണ്ടാണോ മോൾ ചെയ്യുന്നത്? അതെ അതെ, എനിക്കിപ്പോൾ ആളുടെ അടുത്തുനിന്ന് പോയി വരാം, ഡെയിലി പോയി വരാം. ഒരു ഓഫീസിൽ പോകുന്ന പോലെ അത്രേ ഉള്ളൂ.
ജോൺ റിയാലിറ്റി ഷോസ് ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഞാൻ ഇപ്പോഴും റിയാലിറ്റി ഷോ ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞപ്പോ കുറച്ചൊരു ഒതുക്കൊക്കെ വന്നിട്ടുണ്ടാവും. ശരിക്കും ഞാൻ എനിക്കറിയില്ല റിയാലിറ്റി ഷോ, ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ. ഞാനിപ്പോൾ ഒരു ചാനലിൽ ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 19 years ആയി. ഇപ്പം അതൊരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം കാരണം ഇപ്പോഴും സ്റ്റേജ് വിട്ട് നമ്മൾ പുറത്തു പോകുന്നില്ല. ഇപ്പോഴും ആ സ്റ്റേജ് ഒരു ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാംസിലൂടെ ഇങ്ങനെ പെർഫോം ചെയ്തിരിക്കുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ജോൺ എന്നാലും വന്ന നോ പറയുകയില്ല. കിട്ടുന്ന അവസരം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ജോൺ അമൃതയിൽ തന്നെയല്ലേ ഞാൻ അമൃത TV സൂപ്പർ ഡാൻസറിലാണ് ഞാൻ ഫസ്റ്റ് ലൈം ലൈറ്റിൽ വരുന്നത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഡാൻസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് വിൻ ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ ജഡ്ജായിട്ട് ഇവിടെ വന്നു. പിന്നെ ഒരുപാട് എനിക്ക് അമൃത TV ആയിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. അപ്പം അങ്ങനെ റൂട്ട് ഇവിടെയാണ്. ഫസ്റ്റ് ഒരു ഈ അമൃത TVയുടെ സ്റ്റുഡിയോ കൈമനത്താണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ ഫസ്റ്റ് ടെലികാസ്റ്റ് എനിക്ക് ലൈഫിൽ ഞാൻ മറക്കാത്ത ഒരു സംഗതിയാണ്. അപ്പം നമ്മുടെ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആരും ആദ്യം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ കൈമന സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു പെട്ടിക്കടയുണ്ട്. ഒരു കടയിൽ നാരങ്ങ ഞങ്ങൾ കുടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിയാണ്. ജോൺ അല്ലേ? എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഞാൻ ഞങ്ങളുടെ ഫസ്റ്റ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് പേര് അതെ വളരെ സന്തോഷം തോന്നി. അത് ഇപ്പോഴും ഞാൻ മറക്കില്ല ഒരിക്കലും. കാരണം എൻ്റെ ഫസ്റ്റ് റെക്കഗ്നിഷൻ ആണ്. പിന്നെ ഇങ്ങനെ ഗോയിങ് ഓൺ. ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 2018 റിലീസായ 21 Diamonds എന്ന് പറയുന്ന ഒരു പടമാണ് മെയിൻ ലീഡായിട്ട് ചെയ്തത്. ഇനി ഈ വർഷം ഒരു പടം പറഞ്ഞിട്ടുണ്ട്, അത് ആയിട്ടില്ല. മേ ബി ഒരു 2-3 months കൂടെ എടുക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കൃഷ്ണഭുജപുര അങ്കലിൻ്റെയാണ്. അപ്പം പുള്ളിയുടെ സ്ക്രിപ്റ്റിലാണ്. പിന്നെ ഈ റിയാലിറ്റി ഷോ, പിന്നെ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ ഡാൻസ് ഉണ്ട്. ദേഹത്ത് ഇങ്ങനെ റിയാലിറ്റി ഷോ ഇങ്ങനെ ഒട്ടിക്കിടക്കുവാന്ന് തോന്നുന്നു. ഡാൻസിന്റെ ആ ഡാൻസ് കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചൊന്നുമില്ല, ഞാൻ സ്കൂളിൽ TV കണ്ട് പഠിച്ചാണ്. അത്രേ ഉള്ളൂ. ധന്യ പക്ഷെ നല്ലോണം ഡാൻസ് ചെയ്യില്ലേ? ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരൻസിന് ഇഷ്ടമായിരുന്നു എൻ്റെ ഇങ്ങനെ ഓരോരോ സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് കൊണ്ടുനടന്ന് കളിപ്പിക്കുക. ക്ലാസിക്കൽ ഡാൻസ് അതിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു പള്ളിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഷോ എന്തെങ്കിലും കിട്ടും. അത് ഞങ്ങൾ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി പെൺകുട്ടികൾ തന്നെ ഞങ്ങളൊരു ട്രൂപ്പ് പോലെയൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു ട്രൂപ്പ് പോലെ 10 ഡാൻസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് പ്രൊഫഷണലി എടുത്തിട്ടില്ലേ? പ്രൊഫഷണലി ഞാൻ സ്റ്റേജ് ഷോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഫിലിമിലും ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാറില്ല. അല്ല ഇത് ശരിക്കും ചീത്ത വിളിക്കേണ്ട ജോൺ. 2-3 ഷോസ് ചെയ്തു, അത് മാത്രമേ. ശരിക്കും ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പം എൻ്റെ റൂട്ടും ഇവരുടെ റൂട്ടും സെയിമാണ്. രണ്ടുപേരും കോളേജ് ടൈമിൽ ബാക്കി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് മീഡിയയിൽ വന്നു, സിനിമയിൽ വന്നു, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു വീട്ടിലായി. ശരിക്കും ഡാൻസ് ആണ് ഞങ്ങൾ ഒരു വീട്ടിലായി. കറക്റ്റ്. ഇതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ, ഞങ്ങൾക്കൊക്കെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായത് നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിച്ചത് എനിക്ക് ദ്രോണയിലാന്ന് തോന്നുന്നല്ലേ? അവിടെ വെച്ചാണോ വീട്ടിലാക്കാൻ തീരുമാനിച്ചത്? ഡാൻസ് ആണ് ഞങ്ങൾ ശരിക്കും ഒന്നിച്ചാക്കിയത്. എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തന്നു ഞങ്ങൾക്കൊരു അതോടുകൂടി പിന്നെ ഞാൻ സ്റ്റേജിൽ ഡാൻസ് കളിക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിലെ ഡാൻസ് ഞങ്ങളൊരു US ഷോയ്ക്ക് ഞങ്ങൾ പോയതാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടിൽ ആലോചന നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, നമുക്ക് ഒരു ലൈഫിൽ നമ്മുടെ ലൈഫിൽ വരുമെന്നുള്ള ഒരു എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തുള്ള ആളുകളാണെന്ന് തോന്നി, പ്രപ്പോസ് ചെയ്തു. വീട്ടിൽ പറഞ്ഞു. എനിക്കൊന്ന് ജോണിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരുന്നു. അച്ഛനും അമ്മയും എന്തായാലും ജോൺ പറയുമ്പോൾ എതിര് പറയാൻ ചാൻസ് ഇല്ല. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ഉള്ള ഒരു വ്യക്തികളാണ്. അവിടെയും ആളെ നേരത്തെ അറിയായിരുന്നു. ഞങ്ങൾ ഇതുപോലെ അമ്മയ്ക്കും എൻ്റെ ബ്രദറിനും ആളെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഞങ്ങളൊരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോഴാണ് പരിചയപ്പെട്ടത്. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ. ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2010 ഡിസംബർ 24. 2010 ഡിസംബർ 25 ടൂർണമെന്റ് എന്ന് പറയുന്നത് സിനിമ റിലീസാണ്. അതിന്റെ തലേന്ന്. അല്ലാതെ ഇത് ആരോ ഓർത്തിരിക്കും. അല്ലാതെ ഇത് ആരോ ഓർത്തിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു ധന്യെന്നൊന്ന് വിളിക്കാൻ ഞാൻ പോവായിരുന്നു. ഇത്ര ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കുന്ന ജോണിന് ഒട്ടുമില്ല ചേച്ചി. ഇതുകൊണ്ടാണ് ഓർത്തിരുന്നത്. എന്റെ എൻ്റെ അടുത്ത് അത് പറയുകയും ചെയ്തു. ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നത്
ആ ഡേറ്റിലാണ്. ഓക്കെ. ക്രിസ്മസിൻ്റെ തലേന്നാണ്, ക്രിസ്മസ് ആയിരുന്നു ഞങ്ങളുടെ ഫിലിം റിലീസ്. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരുമിച്ചൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പം അത് കാരണം ആ ഡേറ്റ് ഞാൻ മറക്കില്ല. അതും കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഷോയ്ക്ക് പോകുന്നത്. എന്നാ പിന്നെ തന്നെ ആയിക്കോട്ടെ ജീവിത സഖി എന്ന് വിചാരിച്ചു. തീരുമാനിച്ചു. നമ്മൾ ഒരാളെ കണ്ട് നമ്മൾ ഇതെന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യുന്ന ഒരു മൊമെന്റ് അല്ലേ, ഉറപ്പിച്ചു. വീട്ടില് ഹൗസ് വൈഫ് ആയിട്ട് എന്തൊക്കെ? പക്ക ഹൗസ് വൈഫാണ്, വീട്ടുകാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിക്കോളും. ഞാൻ ലൈഫില് ഇപ്പം 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം ഇടയ്ക്ക് FBയിൽ ചുമ്മാ ആനിവേഴ്സറിയുടെ അന്നൊരു പോസ്റ്റ് ഇട്ടതിൽ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസിലൊന്നാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. കാരണം ഞങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞില്ല ഒരേ വേവ് ലെങ്ത് ആണെന്ന് ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. കാരണം ചേച്ചി പറഞ്ഞ പോലെ ഇപ്പം ഇഷ്ടപ്പെടുന്ന പ്രേമിക്കുന്ന സമയത്ത് ആളുകളുടെ ബെസ്റ്റ് ക്വാളിറ്റീസ് മാത്രമേ കാണുള്ളൂ. അവരുടെ കുറ്റം കുറച്ചിലോ കുറവോ ഒന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം വി ആർ ബ്ലെസ്ഡ്. നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പം സോ ഹാപ്പി. അതായത് ഒരു എന്താ പറയുക, വൈഫ് ആണ് എല്ലാത്തിനും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് 100% പറയാം. അതെ, നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളതാണ് നമ്മുടെ ഒരു ഫൈൻഡിങ്. ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം പോലെ വിഷമം തോന്നരുത്. എനിക്ക് ജോണിനെ വെരി പേഴ്സണലായിട്ട് അറിയാം, ധന്യേനെയും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത്, അത് മനഃപൂർവ്വം ഇവിടെ പറയിപ്പിക്കുന്നതും അല്ല, പക്ഷെ നിങ്ങളുടെ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെൽക്കം ചെയ്യേണ്ടത്. കാരണം അത് തീർച്ചയായിട്ടും നമ്മളത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കാണുന്ന യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിൽ ഇതിന് താഴെ കട്ടക്ക് എന്ന് പറഞ്ഞിട്ട് ഫയറിങ്ങും ഇതായിരിക്കും. ഫയറിങ് ട്രോളോ ബാക്കിയുള്ള കമന്റ്സോ എന്തോ വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ പറയുക, ഞാൻ നിങ്ങളെ നോവിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഇതുകൊണ്ട് നൊന്ത ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്, അവർക്കും ഒരു ആശ്വാസം വേണ്ടേ, അത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ ആരെ നോവിക്കാൻ വേണ്ടി ചോദിച്ചത് അല്ല. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ MBA കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു ഫാമിലി ബിസിനസ്സിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു, സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് 10 വർഷമായിട്ട് പോകുന്ന ഒരു 200ഓളം യൂണിറ്റ്സ് 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താണ്. ഞാനൊക്കെ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഫുൾ ഹാർട്ടഡായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് അത്ര അച്ചീവ് ചെയ്തത്. ബിക്കോസ് ആരുടെയൊക്കെ ജോണിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ബിൽഡർ ആയിരുന്നു ഞങ്ങളുടെ. അതിനകത്ത് ആ ഒരു ടൈം അത് അത്രയും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈവൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പല സിനിമകൾ, ഇപ്പം ടൂർണമെൻറ്റ് പോലുള്ള വലിയ ബാനറിലുള്ള സിനിമകൾ ചെയ്തിട്ട് പോലും എനിക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ ബിസിനസ്സിൽ ബിസി ആയിരുന്നു. പക്ഷേ ഞാനിപ്പം റിയലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലും ഒരു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഒരു ഡൗൺഫോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പം എൻ്റെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ കടന്നുപോയ ഒരു പീരീഡായിരുന്നു അത് കഴിഞ്ഞു. കഴിഞ്ഞു. അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുക, എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പം ബിസിനസ് എന്ന് പറയുമ്പം നമ്മുടെ അന്നത്തെ ഇതിലും നമ്മൾ ഭയങ്കര ട്രസ്റ്റോടുകൂടി എല്ലാം ഒരു ഗുഡ് ഫെയ്ത്തിൽ അങ്ങ് ചെയ്യും. ഇയാൾ നമ്മളെ പറ്റിക്കില്ല, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതല്ലേ ആളെന്നൊക്കെ ഉള്ള ഒരു മ്യൂച്വൽ ഈ പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് പോകും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ബിസിനസ് ആണെങ്കിലും ബന്ധുക്കളായിട്ടോ ആരുമായിട്ടും ബിസിനസ് എന്ന് പറയുന്ന സംഗതി ചെയ്യാൻ പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് വാക്ക് അലോൺ. അതാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി, വാക്ക് അലോൺ. നമ്മുടെ സ്വന്തം ഡിസിഷൻ, നമുക്ക് എന്ത് പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അയാളെ നമ്മളൊന്നും ചെയ്യില്ല, നമ്മളൊന്നും പറ്റിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല. ബിസിനസ്സിൽ കംപ്ലീറ്റ് എല്ലാം ഇതാക്കി ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി ശത്രുക്കളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളൊന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മുകളിൽ കയറി അട്ടിച്ചിട്ട് പൊങ്കാലയിടും. അത് ഉറപ്പാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ ആ സമയത്ത് എനിക്ക് ഈ കേസസ് ഒക്കെ വന്ന സമയത്ത് എനിക്ക് പറഞ്ഞ കാരണം അതിൻ്റെ ഇൻട്രോഗേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അതിനകത്തുള്ള ഒരു ഒഫീഷ്യൽ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ജോണിൻ്റെ അടുത്ത് ഞാൻ ഇത് പറയാം, ഹാപ്പൻ ഈസ് ഹാപ്പൻ, സംഭവിച്ചു. ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല, വെയിറ്റ് ചെയ്യുക. ലൈഫിൽ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം ആറ്റുവഞ്ചി നയം എന്ന് പറയാം. ചേച്ചിക്ക് അറിയാമോ അത്? ആറ്റുവഞ്ചി നയം എന്ന് പറയുന്നത്, ഇപ്പം ഈ ആറ്റിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ആടുന്ന ചെടികളുണ്ടല്ലോ. അപ്പം ചില സമയം ഭയങ്കര മഴയൊക്കെ വരും. അപ്പോൾ ഇതിനടുത്ത് തന്നെ വലിയ മരങ്ങളൊക്കെ കാണും. ഈ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്താ അറിയാം, ഈ ആറ്റുവഞ്ചി എല്ലാം നനഞ്ഞങ്ങ് തറയിൽ പറ്റി ഇങ്ങനെ കിടക്കണം. ഈ തലയുയർത്തി നിൽക്കുന്ന വലിയ മരങ്ങളുണ്ടല്ലോ, കട ഒഴുകി അങ്ങ് വീഴും. ഈ മഴ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തീരും.
ഈ മരം അവിടെ കാണില്ല, ഇത് വീണ്ടും തിരിച്ചെണീക്കും. തിരിച്ചു വരും. ലൈഫ് നിങ്ങൾ അങ്ങനെ കാണണമെന്ന് പറയുന്ന ഒരു വലിയൊരു പാഠം എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അത് ശരിയാണ്, നമ്മളത് ഫേസ് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്രോബ്ലംസിൽ കൂടെ പോകുമ്പം ഇതിൻ്റെ തൂക്കം നോക്കും. എനിക്ക് കിട്ടിയ പ്രോബ്ലമാണ് ഏറ്റവും എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എന്തോരം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ട് മറ്റു സ്ഥലത്ത്. അപ്പം അതിനകത്ത് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തു, ഒരു ലൈഫിൽ ഒരു ഹ്യൂമൻ ഒരു ഫാമിലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഫാമിലിക്കകത്ത് നമ്മുടെ ഏറ്റവും അധികം നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ കിടപ്പായി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ നയിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. 2 ഹ്യൂമൻ ലോസ്, ഒരാൾ മരിച്ചു പോവുക, അതും കുറച്ച് കഴിയുമ്പോൾ റിക്കവർ ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫിനാൻഷ്യൽ ലോസ്. അത് നമുക്ക് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാം നമുക്ക് തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ എന്ത് പ്രോബ്ലത്തിനും എൻ്റെ കൂടെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് കാരണം ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് സത്യസന്ധമായിട്ട് നമുക്കൊരു നിഷ്കളങ്കമായിട്ട് നമ്മുടെ സൈഡിൽ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇന്നേ വരെ മനസ്സാവാച കർമ്മണ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചിന്തിച്ചിട്ട് പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയില്ല. അത് ശരിയായില്ല. അത് പർപ്പസ്ഫുള്ളി ഫോഴ്സ്ഫുള്ളി ഞങ്ങളുടെ ഫാമിലിക്കകത്ത് അങ്ങനെ തന്നെ വേണമെന്ന് പറയും ഒരാളെ പറ്റി. അത് ഇവിടെ എൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാഷ്വലായിട്ട് പോലും ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല നമ്മൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമ കാണും, അല്ലെങ്കിൽ പുറത്തു പോകും, അല്ല അങ്ങനെയുള്ള അത് അങ്ങനെ വരെ ചിന്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് ആരെയും ഫേസ് ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ പ്രോബ്ലംസും ഉണ്ട്, കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് എടുക്കും എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ആവും. ഡെഫിനറ്റ്ലി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി വന്നപ്പോഴത്തേക്ക് നിങ്ങളെപ്പറ്റി ഒരു ബാഡ് ഇംപ്രഷൻ വരും. പക്ഷേ ഇപ്പോൾ എനിക്ക് ധന്യനെ അറിയാവുന്നിടത്തോളം ജോണിനെ അറിയുന്നിടത്തോളം അങ്ങനെ ഒരു ഇംപ്രഷൻ വരേണ്ട കാര്യമില്ല. ബിക്കോസ് അത്ര ജെന്യുവൻ ആണ് ജോൺ. ഓരോ കാര്യം ഏറ്റെടുത്താലും അത്രയും 100% ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് തരുന്ന ഒരു കുട്ടിയാണത്. അപ്പം നിങ്ങളെപ്പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ ഇടയിൽ മാറണം, അത് മസ്റ്റാണ് അല്ലേ? അതെ, ഇതിപ്പം വൈകിപ്പോയി. അത് അങ്ങനെ റിവീൽ ചെയ്യാനായിട്ട് ആ സമയത്ത് വേണേൽ റിവീൽ ചെയ്യായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി. മാനസികമായിട്ട് തകർന്നു പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞ് ഇനി എന്തിനെ വെറുതെ വേണ്ട പോട്ടെ. ഒരാളെ നമുക്ക് ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ലൈഫിൽ കൂടെ കടന്നുപോയി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ജോണിനെ തന്നെ ആരോ പറ്റിച്ച മാതിരിയാണ് ഇപ്പൊ ജോണിന്റെ വർത്താനത്തിൽ വരുന്നത്. ജോണായിട്ട് പറ്റിച്ചതല്ല, ജോണിനെ ആരോ പറ്റിച്ചപ്പോൾ ജോൺ പെട്ടുപോയതാണ്. നമുക്ക് അതിനകത്ത് അതാണ് ശരിക്കും പറഞ്ഞത്, അതിനകത്ത് കുറച്ച് ഇതുണ്ട് ബിസിനസ്സിന്. നമുക്ക് ഇതെല്ലാം ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായെന്നറിയാം, ജോൺ എന്നൊരു വ്യക്തിനെ അംബാസിഡറായിട്ട് കണ്ടിട്ടും ജോൺ എന്ന വ്യക്തിയിൽ ഒരു ഉറപ്പ് വിശ്വാസം വന്നതിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ കൊണ്ടുവന്ന് ജോണിന്റെ കയ്യിൽ പൈസ തരുന്നത്. അപ്പം ജോണിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് 2016 ഒക്ടോബർ 31 ഫസ്റ്റ് ഇഷ്യൂ വരുന്നത്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് കൺസ്ട്രക്ഷനോ ഫ്ലാറ്റ് റിലേറ്റഡോ അല്ല. ഫസ്റ്റ് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ ഉള്ള ഒരു പ്രമുഖൻ്റെ കേസാണ്. എൻ്റെ ഫാദറിനാണ് കേസ് വന്നത്. ജസ്റ്റ് 18 lakhs കേസാണ് വരുന്നത് ഫസ്റ്റ് കേസ്. അതൊരു പ്രൈവറ്റ് കേസാണ്. അത് വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് നമ്മൾ അറിയില്ല. അത് കേസ് രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് ഒക്ടോബർ 31 രാവിലെ 10 മണിക്ക് ചാനൽസിൽ വരികയാണ്, സ്ക്രോൾ വരികയാണ്. സ്ക്രോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈസ് ദ ചെയർമാൻ ഓഫ് ദ കമ്പനി, സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ചെയർമാൻ ജേക്കബ് സാംസനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ന്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓഫീസിൽ ഇരിക്കുകയാണ്, എൻ്റെ സൈഡിൽ കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും ആളുകൾ പാനിക്കായി. ആ സമയത്ത് എനിക്ക് ടെൻഷനായി, എന്ത് ചെയ്യണം? നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഓടി. പിന്നെ ആ സമയം വരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസോ നമ്മൾ അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലം എന്താ പറയുക, പല ആളുകളും ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെൻഷനിലാകുമ്പോൾ ഏത് പൊട്ടം പറയുന്നത് നമ്മൾ കേട്ടു പോകും. 101% ഏത് പൊട്ടൻ, നീ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ പോകും. ഒളിച്ചിരിക്കട്ടെ എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കും. ഞാൻ ശരിയാക്കുമ്പോൾ വിളിക്കാമെന്ന് പറയും. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അന്ന് ഒക്ടോബർ 31 2016 ഞാൻ ഫേസ് ചെയ്ത് എൻ്റെ നെഞ്ചിലൊരു കല്ലെടുത്തിട്ട് പോലെയാണ് രാവിലെ 10:30 ഞാൻ എൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത്. എനിക്ക് 150 സ്റ്റാഫുകളും ഉണ്ട്, 10 പ്രോജക്റ്റ്, 9.5 acres പ്രോപ്പർട്ടി ഞങ്ങളുടെ 9 പ്രോജക്റ്റുകളിലായിട്ടുണ്ട്. മോർ ദാൻ 500 crores പ്രോജക്റ്റ് നടക്കുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് സ്റ്റാൻഡ് സ്റ്റില്ലാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഈ മീഡിയയിൽ കൂടെ അങ്ങ് എത്തി.
ആളുകൾ ഇതായി ഈ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനുള്ള ആളുകൾ നേരെ അങ്ങോട്ട് വിളിച്ച് ആണോ നിങ്ങൾ വാ, നിങ്ങൾക്ക് ഇതിനകത്ത് ഡിലേ ഉണ്ടായിരുന്നു. പ്രോജക്റ്റ് 1-2 പ്രോജക്ട്സ് ഡിലേ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി 6 months 8 monthsന് മുകളിൽ ടൈം എടുക്കും. ഒരു പറഞ്ഞാലും ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ 19 യൂണിറ്റ്സ് 19 പേരുടെ ഫ്ലാറ്റ്, ഇതിൻ്റെ പെർമിറ്റ്സും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ ഡിലേ ആവും. അത് ഡിലേ ആയി. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവരവിടെ എത്തിയപ്പോൾ ശരി ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം മൊഴി വരും. അങ്ങനെ ഈ ഫ്ലാറ്റുകളുടെ കൺസ്ട്രക്ഷനെല്ലാം ഓരോരോ ഫയലുകളായി. അങ്ങനെ വന്നപ്പോൾ എന്തായി, അപ്പം ഇതിനെല്ലാം കേസായി. അപ്പോൾ പണി ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ടേഴ്സ് അപ്പോൾ ഇതിന് കസ്റ്റമേഴ്സ് കേസ് കൊടുത്താൽ അപ്പോൾ ഞാൻ ഇനി പണിയുണ്ടല്ലോ, അപ്പം കസ്റ്റമേഴ്സായി. അവൻ പണി നിർത്തിയോ, അപ്പം ഞാൻ ഇനി പൈസ കൊടുക്കണ്ടല്ലോ. അപ്പം കസ്റ്റമേഴ്സ് പൈസയും കൊടുക്കില്ല, കോൺട്രാക്ടർ പണിയും ചെയ്യില്ല. അപ്പം ലോൺ കൊടുത്ത ബാങ്ക് എന്താവും, നോട്ടീസ് പതിച്ച്. ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി മാതിരി ട്രയാങ്കുലർ ഹോൾഡായി. ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനായി. പിറ്റേ ദിവസം മുതൽ ഈ 18 ലക്ഷം രൂപയുടെ ഈ പ്രമുഖൻ്റെ കേസെല്ലാം അടിയിൽ പോയിട്ട് ഫ്ലാറ്റ് 3 അക്ഷരത്തിൽ എൻ്റെ 10 വർഷത്തെ എഫേർട്ട് ഒതുക്കി. തട്ടിപ്പെന്ന് പറയുന്ന 3 അക്ഷരം എൻ്റെ ലൈഫ് മാറ്റി കളഞ്ഞു. അതിനകത്ത് അത് ആ പറഞ്ഞ ഒരാൾക്ക് അയാളുടെ ലൈഫിലൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. അയാൾ 10 രൂപയുടെ ഓട്ടോമാറ്റിക് പെന്നിലായിരിക്കും ഈ വാക്ക് എഴുതുക. പക്ഷേ ഞങ്ങളുടെ അത്രയും ഞങ്ങളുടെ ജീവിതം, കുടുംബം ഇതെല്ലാം തകർത്തി. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ 10,285 കസ്റ്റമേഴ്സിൻ്റെ ഉൾപ്പെടെ ടിങ്ങനെ അങ്ങ് ഒരു നശിപ്പിച്ചു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കി ഇത് ട്രാപ്പാണ്. പിന്നെ ആ സമയത്ത് ഇത്രയും പെടുത്താൻ അറിയാവുന്ന ഒരാൾക്കെതിരെ ഞാൻ സംസാരിച്ചിട്ട് അതിനപ്പുറം എന്നെ ആ സമയത്ത് നമുക്കൊരു നമ്മുടെ എല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനും വിശ്വസിക്കാനും ആളുണ്ടാവും. നമ്മളൊരു സിറ്റുവേഷനിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളിനി എന്താണായിട്ട് പറഞ്ഞാലും ഒരു പട്ടിക്കുഞ്ഞു പോലും വിശ്വസിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഹാപ്പൻ, നമ്മളത് ഫേസ് ചെയ്തു ലൈഫിൽ. ഒരു ദിവസം കൊണ്ട് ഞങ്ങളുടെ 7 പേര് 7 സ്ഥലങ്ങളിലേക്കായിപ്പോയി. കുപ്പിച്ചിൽ വീണ് ചെതർണമാതിരി എൻ്റെ ഫാമിലി. എൻ്റെ ഫാദർ അറസ്റ്റിലായിപ്പോയി. ഞങ്ങൾ 2 പേരും ബോംബെയിൽ മാറി നിന്ന്. വൈഫ് വേറെ സ്ഥലത്ത് പോയി. ബ്രദറിൻ്റെ വൈഫ് അവളുടെ വീട്ടിൽ പോയി. എൻ്റെ മദറിന് അവിടെ നിൽക്കാൻ പറ്റാതെ മദറിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങളുടെ മകൻ ഇവളുടെ വീട്ടിൽ പോയി. ഇത്രയും സ്ഥലങ്ങളിൽ ഒരു കുടുംബം ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന ഒരുത്തൻ 3 അക്ഷരം എഴുതി ചേർത്തതുകൊണ്ട് പോയി. ഇതെല്ലാം ഞാൻ പിന്നെ ഇപ്പം നമ്മൾ പതുക്കെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുക. വാരിക്കൂട്ടും, അതിൽ ചെയ്യും. പിന്നെ പറയാനുള്ളവർക്ക് ഒരുപാട് പറയാൻ പറ്റും. അത് നമുക്ക് തന്നെ ലൈഫിൽ ഒരു വലിയൊരു പാഠമായില്ലേ. അനുഭവം ഗുരു എന്ന് പറയുന്നത് പോലെ ഇനി നമ്മൾ ആരെയും വിശ്വസിക്കോ ആരെയും കൂട്ടത്തിൽ കൂട്ടുകയോ ചെയ്യരുത്. എനിക്കൊന്ന് ജോൺ പറയുന്ന പോലെ ഇനി ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വലിയൊരു അഡ്വൈസ് ആയിരിക്കും. ബിസിനസ്സിൽ ഞാൻ പഠിച്ചൊരു കാര്യം, കുടുംബക്കാരുടെ കൂടെ ഒരിക്കലും ബിസിനസ്സിന് പോകാതിരിക്കണം. അത് ഞാൻ ശരിക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യം. പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും സ്വന്തം കുടുംബം സെൽഫിഷ് ആവും. അത് ബാക്കിയുള്ളവരെ പറ്റി ചിന്തിക്കില്ല, ഒരിക്കലും ഇല്ല. അല്ല പറ്റിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് മാത്രമായിട്ട് നിൽക്കണം. അപ്പം ഞാൻ എൻ്റെ ആക്ച്വലി സംഭവിച്ചത് എൻ്റെ ഫാദറിൻ്റെ ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാനായിട്ടൊക്കെ ആ സമയത്ത് ഞാൻ ഇവളുടെ കുറേ പ്രോപ്പർട്ടി എല്ലാം ആ സമയത്ത് എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് ആയിപ്പോയി. നമ്മുടെ സീറോ ബാലൻസ് ആയി ഞങ്ങളുടെ ലൈഫിൽ. അതൊക്കെ ഞാനിപ്പം ശരിക്കും പറഞ്ഞ അതും ഞങ്ങളുടെ ലൈഫിൽ വന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കില്ല, അതിൻ്റെ വാല്യൂ മനസ്സിലാക്കില്ല. നമുക്ക് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു വടാപ്പാവ് 12 രൂപ കൊടുത്ത് 24 രൂപയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഒരു ദിവസമുണ്ട്. ആ ദിവസം എൻ്റെ ലൈഫിൽ കൂടെ എനിക്ക് തന്നതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ലെസൺ. അത് കാരണം നമുക്ക് ഇനി നമ്മളെ ലൈഫിൽ ഇനി പറ്റില്ല. നമ്മളത് ഒരു രൂപ നമുക്ക് സ്ട്രോങ് ആയിട്ട് നമ്മൾ തിരിച്ചു ലൈഫുണ്ട്. ഇനിയിപ്പോ ഈ നമ്മൾ ഫ്ലാറ്റ് മേടിച്ച് അഡ്വാൻസ് തന്നവർക്ക് നമ്മൾ എന്താ ആശ്വാസം കൊടുക്കുക? ഇതിനകത്ത് ഇനിയും ഈ കസ്റ്റമേഴ്സ് ഇത് ഹാഫ് കൺസ്ട്രക്റ്റഡ് ആണ്, ബാക്കി പൈസ തരാനായിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ കമ്പനിക്ക് റിവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഇപ്പം കസ്റ്റമേഴ്സ് ഞാൻ പറഞ്ഞു ശരി ഞങ്ങളുടെ പേരിലുള്ള പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരാം, കസ്റ്റമേഴ്സ് ബാലൻസ് പൈസ ഉപയോഗിച്ച് ബാങ്കിൽ അടയ്ക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങൾ ഈ അന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ 9 പ്രോജക്റ്റിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോയി. അപ്പം ഇതിനകത്തുള്ള കസ്റ്റമേഴ്സ് അതത് ചിലപ്പം കുറച്ച് പൈസ കൂടുതൽ വേണ്ടി വരും, ഇങ്ങനെ ഒരു സാഹചര്യം വന്നുകൊണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് പൈസ കൂടുതലെന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളൊരു ലോഞ്ച് ഓഫറിലൊക്കെ കൊടുത്ത കസ്റ്റമേഴ്സിന് ദേ ഗോട്ട് ഫ്ലാറ്റ് ഫോർ 35 lakhs. ആക്ച്വലി ഇറ്റ്സ് വർത്ത് 1.1 crore. അതുകൊണ്ട് അവർ പക്ഷേ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരൊരു 10 or 15 lakhs അല്ലെങ്കിൽ 20 lakhs അടുപ്പിച്ച് ഇടേണ്ടി വരും. എങ്കിലും 55 lakhs ആവും
പക്ഷേ 1,10,00,000 രൂപയുടെ ഒരു മുതലുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് തീർത്ത് നിങ്ങളുടെ ഇത് സേഫ് ആക്കാൻ ഞാൻ എഴുതി തരാം. അങ്ങനെ ഇപ്പം ഞങ്ങൾ മീഡിയേഷൻ നടന്ന് അസോസിയേഷൻ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന നല്ല റിലേഷനിലാണ് എല്ലാം. കാരണം പലർക്കും അറിയാം, കുറേ ആളുകൾ വിചാരിക്കുന്നുണ്ട് അത് അന്ന് പരാതി കൊടുക്കണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്തു സിറ്റുവേഷൻ മനസ്സിലാക്കി ഒരു ദിവസം സ്ക്രോൾ വന്നു, അവർ വിളിച്ചു, ഇങ്ങ് വരാൻ പറഞ്ഞു, പോയി ഒരു സിയുടെ ഫ്രണ്ട് ഇരുത്തി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും, പേരും അഡ്രസ്സ് ബാക്കി നിങ്ങൾ ഏതാണ് ബുക്ക് ചെയ്ത് ശരി പറഞ്ഞു എഴുതിയെടുത്ത്. കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഇത് കടക്കിടക്കിടേ ഇത് 10-30 പേരുടെ ഒരു ഫയലായി. ഞാൻ ഇതിപ്പം ഇത്രയും പറയുമ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ താഴെ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ന്യായീകരിക്കാൻ പറയുന്നതായിരിക്കും. ആക്ച്വലി ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ബേസിക് ആയിട്ടുള്ള കാര്യം, ഇവള് ഇതിൻ്റെ ഡയറക്ട് ബോർഡിലും ഇല്ല, ഇതിൻ്റെ ഒരു ഇതിലും ഇല്ല, യാതൊന്നുമില്ല ഇതിനകത്ത്. എനിക്ക് ഫസ്റ്റ് കാര്യം എന്താ, ഇവളുടെ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ അതിനകത്ത് ഒരു ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കസ്റ്റമറിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഏതെങ്കിലും ഒരു ഭാരവാഹിയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഫസ്റ്റ് ഇതിനകത്ത് ഇവളുടെ പേര് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ജോൺ, ഇപ്പൊ നമ്മളിപ്പം ഹാഫ് പേയ്മെന്റ് നടത്തിയ ആൾക്കാർക്ക് അവരിപ്പോൾ ബാക്കിയും കൂടി ഇടണം എന്ന് നമ്മൾ പറയുകയാണ് എങ്കിൽ അവർക്കൊരു വിശ്വാസം നമ്മൾ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കൊടുക്കണ്ട, നിങ്ങൾ അസോസിയേഷൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുക, ഒരു എസ്ക്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും? നിങ്ങളുടെ കമ്പനി? എൻ്റെ കമ്പനി, ഞങ്ങൾ അല്ലാതെ കോൺട്രാക്ടറുമായിട്ട് ഞങ്ങളിത് ചെയ്യും. ഒരു രൂപ പോലും ഞങ്ങളുടെ കമ്പനിയെ ഇനി ഏൽപ്പിക്കേണ്ട കാര്യമില്ല. കാരണം കമ്പനിക്കകത്ത് ഒരുപാട് ഇത്രയും പ്രോബ്ലംസ് ആയത് കാരണം നിങ്ങൾ ഒരു രൂപ ഇട്ട് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ബാക്കിയുള്ള ഇത് ഏതെങ്കിലും ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആകും. അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടുക, നിങ്ങളുടെ അസോസിയേഷൻ്റെ അക്കൗണ്ടിലേക്ക്, നിങ്ങളുടെ അസോസിയേഷൻ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാം ഉണ്ട്, അതിലേക്ക് പുൾ ചെയ്യുക, നമുക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ ആൾക്കാർ തന്നെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഇനി അവർക്ക് വേറെ ആളെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വില്ലിംഗ് ആണ്, ഞങ്ങളത് എഴുതി കൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. അവർ ചെയ്തോളാം. അങ്ങനെ ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെയൊക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് എൻ്റെ ഈ പ്രോബ്ലംസിലായ പ്രോജക്ട്സ് ചെയ്യില്ല എന്നേ ഉള്ളൂ. മറ്റു പ്രോജക്ട്സ് വന്ന് 1-2 കസ്റ്റമേഴ്സ് മറ്റേ ഒരു പ്രോബ്ലം ഇതൊക്കെ ഉണ്ടായി, ഞാൻ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. എൻ്റെ പ്രോജക്ട്സ് ഇതാണ്, ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഇല്ലാത്ത ആളുകളെടുത്താണെങ്കിൽ ഞാൻ എൻ്റെ കമ്പനി, ഞാൻ സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷേ എൻ്റെ ഇതിനകത്ത് ഇത്ര ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ഏൽപ്പിച്ചാൽ മതി. അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത്രയും വലിയ വർക്ക് എല്ലാം എങ്ങും ഒളിച്ചോടിയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരുടെയും ഫ്രണ്ടിലുണ്ട്, നാളെ ഉണ്ടാവും. നമ്മളത് ഫേസ് ചെയ്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടാൽ മാത്രമേ ലൈഫിൽ പോകാൻ പറ്റുള്ളൂ. ബിസിനസ്സിൻ്റെ ഒരു സ്വഭാവം പലരും ട്രസ്റ്റിൻ്റെ പുറത്ത് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ചെയ്യുമല്ലോ. അപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതി പറയും, ഇപ്പം കൂടുതലും ബന്ധങ്ങൾ വഷളാവാതിരിക്കണമെങ്കിൽ ഒന്നിച്ചുള്ള ബിസിനസ്സുകൾ ഒഴിവാക്കുന്നതല്ല എപ്പോഴും നല്ലത്. അനുഭവം ഗുരുവായിട്ട് എനിക്ക് തോന്നുന്നത് തന്നെ സിൻസിയർ ഹാർട്ടോടുകൂടിയാ പറഞ്ഞത്. കാര്യം ഒരു വലിയൊരു ഇതല്ലേ നിങ്ങൾക്ക്. നമുക്ക് ആ സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചുമ്മാ അല്ല, ഡിസ്റ്റന്റ് ലവ് ഇസ് എവർലാസ്റ്റിംഗ് ലവ്. ദൂരെ നിന്നാ മതി, അല്ലായിട്ട് അവിടെ നിന്ന് എന്നും സന്തോഷം അല്ലേ കാണുമ്പോ. അല്ല, തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അത് ഉറപ്പായിട്ടും ഫ്രണ്ട്സുമായിട്ട് ഇത് ചെയ്യരുത്, റിലേറ്റീവ്സുമായിട്ട് ചെയ്യരുത് ഒന്നും. ജോൺ ഇപ്പൊ എന്താണ് ജോണിന്റെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത് ജോൺ റിവീൽ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇപ്പം ജോണും തന്നെയും ഇന്നസെന്റ് ആയിരുന്നു എന്നും നിങ്ങളെ ഒരാൾ ട്രാപ്പിൽ പെടുത്തിയത് ആയിരുന്നു ഉള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അറിഞ്ഞു വെച്ചുകൊണ്ടല്ല ജോൺ അത് ഇത്രയും കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ചതിക്കണം എന്ന് വെച്ചിട്ടല്ല, നിങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടി അവരുടെ പൈസ മേടിച്ചിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച ആൾക്കാരല്ലല്ലോ. അങ്ങനെയല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. ഞാൻ ഈ കഴിഞ്ഞ 2018 ഫെബ്രുവരി ആയപ്പം ഞങ്ങളുടെ തറവാട് വീട് ഞങ്ങൾക്ക് ബാങ്ക് എടുത്തുകൊണ്ട് പോയി. സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ലൈഫിൽ വരാത്ത ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഫേസ് ചെയ്തു. കാരണം 3 പ്രോപ്പർട്ടി കൊണ്ട് വെച്ച് ബാങ്കുകാരൻ പറഞ്ഞു ഓക്കെ വീട് ഒഴിവാക്കാം, ബാക്കി 2 പ്രോപ്പർട്ടി മാത്രമേ സീൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ ശരി, അപ്പം വീട് ഒഴിവാക്കാം. കാരണം 5 കോടി രൂപയിൽ 2 കോടി രൂപ സംതിങ്ങേ ഉള്ളൂ ഇനി അടയ്ക്കാൻ, ബാക്കിയുള്ള അടച്ചിട്ടുണ്ട്. അപ്പം ബാക്കി 2 പ്രോപ്പർട്ടിയിൽ ഒരു പ്രോപ്പർട്ടി മതി അടയ്ക്കാൻ. പക്ഷേ ബാങ്കുകാരൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ആ വീട് ഒഴിവാക്കി, നിങ്ങൾ വീട്ടിൽ താമസിച്ചോ. തലേ ദിവസം രാവിലെ പറയാണ് നിങ്ങൾ ഇന്ന് വൈകിട്ട് ഒഴിഞ്ഞോ, നാളെ രാവിലെ താക്കോൽ വേണം, ഇല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ വരും, പോലീസ് വരും, നിങ്ങൾക്ക് അതിനകത്ത് ഇറങ്ങേണ്ടി വരും. ആ ദിവസം ഈ പറഞ്ഞ പല നമ്മൾ സിനിമയിൽ മാത്രം ഒരു സെന്റിമെന്റ്സ് ഒന്നുമില്ല. ഈ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ പ്ലീസ് നമുക്ക് ഇപ്പോൾ എൻ്റെ കമ്പനി റിവൈവ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ചട്ടിയും കലവും കൊച്ചിൻ്റെ ടോയ്സും നമ്മുടെ കട്ടിൽ ഫോട്ടോസ് സർട്ടിഫിക്കറ്റ്സ് ബുക്സ് എല്ലാം ഉൾപ്പെടെ ഒരു ദിവസം പാക്കേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ റെഡിയാക്കി നമ്മളെ സാധനങ്ങൾ പുറത്തെടുത്തിടുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ കൂടെ ഫേസ് ചെയ്ത്, സിനിമയിൽ കാണുന്ന പോലെ ലൈഫിൽ ഫേസ് ചെയ്തു. ഞാൻ 1-2 പേർക്ക് ചോദിച്ചു, ഞാൻ എടാ പോയി ഞാൻ ഇതിനകത്ത് ഇത്രയും പൈസ ഉണ്ടെങ്കിൽ
ഞാൻ എൻ്റെ തറവാട് പോകാൻ ഞാൻ സമ്മതിക്കുമോ? തറവാട് പോകാൻ സമ്മതിക്കുമോ? അത് സമ്മതിക്കാതെ നമ്മളത് ഹോൾഡ് ചെയ്യൂലേ? ഇത് പറയുന്നത് മൗറീഷ്യസാ, സിംഗപ്പൂർ, ഓസ്ട്രേലിയയിൽ ഞാൻ കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ടിട്ട് ഇവിടെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുന്ന കാര്യമുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് പോകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും പേടിക്കണ്ട, ഇതൊന്നും കോൾഡ് അല്ല, ഇതൊക്കെ ഇവിടെ ചാലയില് കിട്ടും, ഇവള് പറ്റിച്ചെടുത്തോണ്ടാണല്ലേ ഇതെല്ലാം, ഇതൊക്കെ ചാലയിൽ കിട്ടുമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയേണ്ടി വരും. നമ്മള് കഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്ത് അഭിനയിച്ചുണ്ടാക്കിയ ആ പൈസ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതും നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്. ഒന്നും കാണില്ല കയ്യിൽ, പക്ഷെ നമുക്ക് ഒത്തിരി ക്ലോത്ത്സ് കാണും. നമ്മളുടെ ആ ഒരു പ്രൊഫഷൻ അങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ നല്ല രീതിയിൽ എവിടെയെങ്കിലും പോയാൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകണം. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫ്രീ ആയിട്ടും അല്ലാതെയും മോഡലിംഗ് ചെയ്യുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ മേടിച്ചിട്ടുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ കാണും. ഇതുപോലെ അലമാര, എൻ്റെ അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു നീ ഇപ്പം അതൊന്നും ഇടണ്ട. എന്നിട്ട് ഞാൻ അമ്മയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ട് ആ സമയത്ത്. എൻ്റെ ഡ്രസ്സൊക്കെ എവിടെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടെ എവിടെ ഇരിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലല്ല, എൻ്റെ അമ്മയുടെ അടുത്ത് പോയി, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നല്ല എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് അമ്മയ്ക്ക് എന്നെ പുറത്തിറക്കാൻ അമ്മയ്ക്ക് മടിയായിരുന്നു. നാട്ടുകാരെന്ത് പറയും, ഉണ്ടല്ലോ അവള് നടക്കണ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമ്പോഴും അവക്കൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. മാത്രമല്ല ഞാൻ ഇടണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ കംപ്ലീറ്റ്, ഈവൻ ഞാൻ ഇത് ഇയറിങ്സ് ഇടില്ലായിരുന്നു, കാറിലിരുന്ന് ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ടുണ്ട്. ആളുകൾ പറയണ്ട എൻ്റെ ഫാമിലിക്കും പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് പിന്നെ ഞാൻ ഓർത്ത് ദൈവം എന്നെ തിരിച്ച് വീണ്ടും ഈ ലൈം ലൈറ്റിൽ കൊണ്ടിരുത്തി. ഇനിയിപ്പോൾ നോക്കിയോ, ബാക്കി ആൾക്കാരെല്ലാവരും ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ജോണിന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്ന് ജോൺ തന്നെ അവർക്ക് ഫ്ലാറ്റ് കംപ്ലീറ്റ് തീർത്ത് കൈ കൊടുക്കട്ടെ. ആ താക്കോല് കൊടുക്കുമ്പോൾ ഞങ്ങളെയൊക്കെ അറിയിക്കണേ കേട്ടോ. ഇനി മോള് ഫിലിമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്? എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഫിലിം. മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടല്ല കുടുംബജീവിതമായിട്ട് പോയത്. എനിക്ക് അന്നും എന്നും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും. നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചു ചെയ്യണം എന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. കാരണം ഈ ഒരു കലയായിട്ടൊക്കെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്കറിയാം നല്ലോണം ഇഷ്ടം ആക്ടിങ്ങും ഡാൻസും. നമുക്കിതുകൊണ്ട് നമുക്ക് ഈ നമ്മളുടെ ഈ ഫെയിം കൊണ്ട് നമുക്ക് പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നെഗറ്റീവ് സൈഡാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ച് തീർത്തത്. ഞങ്ങളെ അറിയാവുന്നത് കൊണ്ടാണ് ഇത്രയും പബ്ലിസിറ്റി വന്ന ഈ ഒരു ബിസിനസ് തകർച്ച ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്തത്. ഞങ്ങൾ അറിയില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സാധാരണ വീട്ടമ്മ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല, ഞാനിത് കേൾക്കണ്ട, എൻ്റെ കമ്പനി ആയിരിക്കില്ല ഇത്. അപ്പോൾ സാധാരണ വീട്ടമ്മ, ഞാൻ ഇതൊക്കെ ചിന്തിച്ച ആളാണ്, കടന്ന് ചിന്തിച്ച ഒരാളാണ്. പക്ഷേ വീണ്ടും ഞാൻ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ഫെയിം തന്നെയാണ് നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് നമുക്ക് നല്ലത് തരുന്നത്. നമുക്ക് നല്ല രീതി ഹാപ്പി ആയിട്ട് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ചിരിക്കാനും നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. അപ്പം നമ്മളുടെ പല പ്രശ്നങ്ങളും അവിടെ തീരും, നമുക്കത് മറക്കാൻ പറ്റും. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ചെയ്ത് നമ്മൾ അതിലോട്ട് അങ്ങ് ലയിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പല പ്രോബ്ലംസും നമുക്ക് സത്യമാണ്. പിന്നെ നമ്മൾ പുതിയ ആളുകളെ കാണുന്നു, ദിവസവും പുതിയ പുതിയ ആളുകളെ മീറ്റ് ചെയ്യുന്നതും അവരുടെ ലൈഫൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇനി ആ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം അങ്ങ് മറക്കുക. ഇനി ജോണിനെ ഞാൻ റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഭയങ്കര വലിയ ഡാൻസ് ഒക്കെ ചെയ്ത് മനുഷ്യനെ ഞെട്ടിക്കുന്ന പോലെയൊക്കെ കാണണം. അത് മാത്രമല്ല ഈ പറഞ്ഞ ലയബിലിറ്റീസ് എല്ലാം ജോൺ വിത്തിൻ 2-3 years, അല്ലെങ്കിൽ യു ടേക്ക് യുവർ ഓൺ ടൈം, ബട്ട് ഇവരുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി തിരിച്ച് ജോണിന്റെ ആ ട്രസ്റ്റ് തിരിച്ച് കൊണ്ടുവരിക. ഇതൊക്കെ ഞങ്ങളുടെ ഒരു എന്താ പറയുക പ്രാർത്ഥനയിലുണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും. എന്തായാലും ഇതിലോടുകൂടി ജോണിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇംപ്രഷൻ അങ്ങ് മാറിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി. ഇനി ആറ്റുവഞ്ചി പൊങ്ങി വരാനുള്ള സമയമാണ്. ഞങ്ങളിങ്ങനെ മഴ കഴിഞ്ഞു, ഇനി എല്ലാം മാറിക്കഴിഞ്ഞു. ഇനി അതങ്ങ് പൊങ്ങി വന്നിട്ട് ഫുള്ളായിട്ട് ഫ്ലഡ് ചെയ്ത്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് മോനെ.